എത്തിയത്. ഇപ്പോൾ വീണ്ടും പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുന്നു. പ്രേക്ഷകർ കാണുന്നത് പാലക്കാട് നിന്നുള്ള ദൃശ്യങ്ങളാണ്. സംസ്ഥാന വ്യാപകമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ DMO ഓഫീസുകൾ ഉപരോധിക്കുകയാണ്. കണ്ണൂർ, വയനാട്, തിരുവനന്തപുരം, ഇപ്പോൾ പാലക്കാട് നിന്നുള്ള പ്രതിഷേധമാണ് കാണുന്നത്. പ്രവർത്തകരെ മാറ്റാനായി പോലീസുകാർ ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ്. ശ്രീജിത്ത് ശ്രീകുമാറുണ്ട്. ശ്രീജിത്തെ, അവിടെ പോലീസുമായി വാക്കുതർക്കം, അതിനുശേഷം ഉന്തും തള്ളും, ഇപ്പോൾ അതൊരു സംഘർഷത്തിലേക്ക് പോകുന്ന കാഴ്ചയാണല്ലോ. അതെ ക്രിസ്റ്റീന, പ്രവർത്തകർ പോലീസ് വലയം ഭേദിച്ച് ഈ മതിൽ ചാടിക്കടന്ന് സിവിൽ സ്റ്റേഷന് അകത്തേക്ക് ചാടിക്കടക്കുന്ന സാഹചര്യമാണ് ഇന്നുണ്ടായിരുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി വിനോദ് ജേറാടിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തകർ ഇവിടേക്ക് ചാടിക്കയറിയത്. യൂത്ത് കോൺഗ്രസിന്റെ നിരവധി പ്രവർത്തകർ ഇപ്പോൾ സിവിൽ സ്റ്റേഷന്, പാലക്കാട് കളക്ടർ DMO ഓഫീസിന് സ്ഥിതി ചെയ്യുന്ന സിവിൽ സ്റ്റേഷന് പരിസരത്തേക്ക് എത്തിയിട്ടുണ്ട്. വലിയ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ നടത്തുന്നുവെന്ന് നിസ്സംശയം നമുക്ക് പറയാം. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് DMO ഓഫീസിലേക്കാണ് ഒരു മാർച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയത്. അതിൽ വനിതാ പ്രവർത്തകരായിരുന്നു ആദ്യഘട്ടത്തിൽ ചാടിക്കയറിയത്. യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് അഡ്വക്കേറ്റ് സോയ ജോസഫാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്തത്. ഇപ്പോൾ ഇവിടെ കുത്തിയിരുന്ന് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്ന് വരുമ്പോൾ പ്രവർത്തകർ അതിനെ ചെറുക്കുകയാണ്. നിരവധി പോലീസുണ്ട്. പോലീസ് പരമാവധി സംയമനം പാലിക്കുന്നുണ്ട്. പക്ഷേ പ്രവർത്തകർ അകത്തേക്ക് കയറിയതോടുകൂടി വലിയ സംഘർഷം ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നെന്ന് നിസ്സംശയം പറയാം. ഇതിനകത്തേക്ക് അതീവ സുരക്ഷയാണ്. കളക്ടറുടെ ഓഫീസൊക്കെ ഇതിനകത്ത് മുകളിലെ 1ാം നിലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനടുത്തേക്ക് വരെ പ്രവർത്തകർ എത്തുന്നു. അപ്പോൾ സ്വാഭാവികമായി പോലീസ് ഇവിടെ വെച്ച് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. കസബ CI സുജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവിടെ തന്നെ തുടരുന്ന സാഹചര്യമാണുള്ളത്. എന്നാലും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ ഒരു ഘട്ടത്തിൽ പോലും സമ്മതിക്കില്ല എന്ന് നേതാക്കൾ ഉറപ്പിക്കുന്നു. അവർ ഈ പ്രതിഷേധം തുടരുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വനിതാ പോലീസ് അടക്കമുള്ള ആളുകൾ ആദ്യഘട്ടത്തിൽ ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല. അതാണ് പോലീസുകാർക്ക് വലിയ ബുദ്ധിമുട്ടാകുന്ന ഒരു കാര്യമുണ്ടായത്. വനിതാ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചയാണ്. പോലീസ് അറസ്റ്റ് ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വിനോദ് ചെറാടാണ് ഈ സമരത്തിന് ഇതിനകത്തേക്ക് നേതൃത്വം നൽകിയത്. എന്തായാലും പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കാണുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി വിനോദ് ചെറാട് അത് തടയാൻ ശ്രമിക്കുന്നു. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്തേക്ക് ഈ പ്രവർത്തകർ പ്രവേശിച്ചത് അവർക്ക് വലിയൊരു തിരിച്ചടിയാണ്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് കാര്യമായ രീതിയിലുള്ള ആക്ഷൻ എന്ന തരത്തിലേക്ക് പോയിട്ടുള്ളത്. വലിയ സംഘർഷം ലാത്തിചാർജിന്റെ ഘട്ടത്തിലേക്ക് എത്തിച്ചില്ല. വീണ്ടും സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. വനിതാ പോലീസ് അടക്കം മറിഞ്ഞ് വീഴുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. വനിതാ പോലീസുകാരി ഒരു ഗ്രേഡ് SI വനിതാ SI മറിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം, അവർക്ക് മറിഞ്ഞു വീണ് പരിക്കേൽക്കുന്നുണ്ട്. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു. പക്ഷെ പോലീസ് ലാത്തി ചാർജ് നടത്താൻ ഇതുവരെ തയ്യാറായിട്ടില്ല. കാരണം പോലീസിനെ സംബന്ധിച്ച വനിതാ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. വനിതാ പോലീസിനെ അത് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ ചെറുക്കുന്ന സാഹചര്യം. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജയഘോഷ് അടക്കമുള്ള ആളുകൾ ഇവിടെ അറസ്റ്റ് പാലക്കാട് നിന്നുള്ള യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റവും ഒന്നും തള്ളും സംഘർഷവും ഉണ്ടായി. ആ സംഘർഷത്തിനിടെ ഒരു പോലീസുകാരി, ഒരു ഗ്രേഡ് SI മറിഞ്ഞു വീണ് പരിക്കേറ്റു. ശ്രീജിത്ത് ശ്രീകുമാരൻ തുടരുകയാണ്. ശ്രീജിത്തെ തുടരാം. അടച്ചു പാലക്കാട് നിന്നുള്ള യൂത്ത് കോൺഗ്രസ് പ്രതിഷേധമാണ് ഇടതുവശത്തെ വിൻഡോയിൽ പ്രേക്ഷകർ കാണുന്നത്. വലതുവശത്ത് തിരുവനന്തപുരത്ത് നിന്നുള്ള പ്രതിഷേധം കാണാം. പാലക്കാടും പ്രതിഷേധം സംഘർഷത്തിലേക്ക് മാറുന്ന കാഴ്ചയാണ് കണ്ടത്. കണ്ണൂരിൽ പ്രതിഷേധം സംഘർഷഭരിതമായിരുന്നു. അതിനുശേഷം അവിടെ ജലപീരങ്കി പ്രയോഗിക്കുകയും പ്രധാന നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് നീക്കുകയും ചെയ്തു. അതിനുശേഷം വയനാട്ടിലും പ്രതിഷേധം ഇപ്പോൾ തുടരുകയാണ്. സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലും ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണം എന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധം സംഘർഷഭരിതമാവുകയാണ്. പാലക്കാട് നിന്നുള്ള പ്രതിഷേധം സംഘർഷഭരിതമാകുന്ന കാഴ്ചയിലേക്കാണ് പോകുന്നത്. ശ്രീജിത്തെ, വിവരങ്ങൾ. ഇപ്പോഴും പ്രതിഷേധം അവസാനിച്ചിട്ടില്ല. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ജയഘോഷ് അടക്കമുള്ള ആളുകൾ ഇപ്പോഴും ഈ സിവിൽ സ്റ്റേഷന് അകത്താണുള്ളത്. അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ഒരു ശ്രമമാണ് ഒരു മേഖലയിൽ നടക്കുന്നത്.
ചാടിക്കയറിയ വനിതാ പ്രവർത്തകരടക്കമുള്ള ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമം നടത്തി. അതിനിടയിൽ ഒരു വനിതാ പോലീസുകാരിക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം. ഇതിപ്പോൾ നഗരസഭാ കൗൺസിലറെയാണ് നഗരസഭാ കൗൺസിലർ ഇതാ പോലീസ് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇതിനകത്തേക്ക് കയറിയ പ്രവർത്തകരെ അടക്കം ബലം പ്രയോഗിച്ച് അകത്തേക്ക് നീക്കുന്നു. KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ വനിതാ പ്രവർത്തകർ ഈ മേഖലയിൽ സജീവമായി തന്നെയുണ്ട്. എന്തായാലും വനിതാ പോലീസുകാരിയെ തള്ളുന്ന ആളുകളെ കാണാം. എന്തായാലും വലിയ സംഘർഷം ഇതാ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. അതിനിടയിൽ വനിതാ പ്രവർത്തകരും പോലീസും തമ്മിൽ കാര്യമായ രീതിയിലുള്ള സംഘർഷം ഉണ്ടാകുന്നു. എന്തായാലും ലാത്തി ചാർജ് നടത്താതെ പോലീസ് ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. വലിയ സംഘർഷത്തിന് ഇപ്പോഴും അയവ് വന്നിട്ടില്ല. പാലക്കാട് സിവിൽ സ്റ്റേഷൻ പരിസരത്താണ് ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഒരു ഏറ്റുമുട്ടലിന്റെ വക്കോളം എത്തിയത്. പോലീസ് പരമാവധി സംയമനം പാലിച്ചു. പക്ഷേ പിന്നീട് പ്രവർത്തകർ അകത്തേക്ക് ചാടിക്കയറി. ശേഷം യൂത്ത് കോൺഗ്രസിന്റെ മുഴുവൻ പ്രവർത്തകരും വീണ്ടും പോലീസുമായി സംഘർഷത്തിലേക്ക് പോകുന്നു. അതിനിടയിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരൊക്കെ തന്നെ വലിയ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകളാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇനി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവ് അഡ്വക്കേറ്റ് സോയ ജോസഫ് കൂടി ഈ പ്രദേശത്ത് ചേരുന്നുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ഒരു സംഘർഷം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് വനിതാ പ്രവർത്തകർ അകത്തേക്ക് ചാടിക്കയറിയതോടുകൂടിയാണ്. അവിടെ പുരുഷ പോലീസായിരുന്നു ഉണ്ടായിരുന്നത്. അവർക്ക് തടയാൻ കഴിഞ്ഞില്ല. ശേഷം വനിതാ പോലീസ് ബസ്സിന് മുകളിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കയറുന്ന കാഴ്ചയാണ്. നഗരസഭാ കൗൺസിലർ മൻസൂറിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു പ്രതിഷേധം നടക്കുന്നത്. പോലീസ് അതിന് മുകളിലേക്ക് പോലീസ് കയറുന്നുണ്ട്. അതിന് മുകളിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ച. വലിയ പ്രതിഷേധം പാലക്കാട്. ഇത്തരത്തിൽ ജീപ്പിന് മുകളിലും അതുപോലെ തന്നെ ബസ്സിന് മുകളിലും ഒക്കെ കയറിയ സമരം ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ പോലീസുകാരെത്തുന്നു. വാഹനം നീക്കാൻ കഴിയാത്ത അവസ്ഥ. കൂടുതൽ പോലീസുകാർ ഈ മേഖലയിൽ എത്തുന്നുണ്ട്. എന്തായാലും മൻസൂറിനെയും അതുപോലെ തന്നെ മറ്റൊരു പ്രവർത്തകനെയും അവിടെ നിന്ന് ഇറങ്ങുക എന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ശ്രമകരമായ കാര്യമാണ്. വാഹനത്തിന് മുകളിലാണ് മൻസൂർ ഇപ്പോഴുള്ളത്. എന്തായാലും താഴേക്ക് ഇറക്കാനുള്ള ഒരു നീക്കം പോലീസ് പരമാവധി സംയമനം പാലിക്കുന്നുണ്ട്.